കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിത നിലവാരത്തിലും സാധാരണയുള്ള നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം മുന്നോട്ട് പോയ സ്ഥലമാണ്. പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോയ സ്ഥലമാണ്. സാമൂഹ്യപരമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന ഒക്കെയാണ്. അത് മാത്രമല്ല, ഈ ആരോഗ്യരംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെയും ഈ പറഞ്ഞ രോഗത്തിന് വേണ്ടി രോഗം എന്നുള്ള ഉണ്ടെങ്കിൽ തന്നെ ആശുപത്രിയെ സീക്ക് ചെയ്യുന്ന, ആശുപത്രിയിൽ സമീപിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ആരോഗ്യത്തെക്കുറിച്ചുള്ള നല്ല അവബോധമുള്ളതുകൊണ്ടാണ്. അല്ലാതെ അസുഖം വരുന്നത് കൊണ്ടാണെന്ന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും നമ്മുടെ അസുഖങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതലുണ്ട്. ഹാർട്ട് അറ്റാക്ക് വളരെ കൂടുതലുണ്ട്. അതിന് കൂടെ ആക്സിഡൻസ് കൂടുതലുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേകതയൊക്കെ ഉള്ള വളരെയധികം പ്രത്യേകതയുള്ളതാണ്. നമ്മൾ നേരത്തെ കുറഞ്ഞ ചെലവിൽ നല്ല ആരോഗ്യം രംഗം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മോഡലാണ് നമുക്കുള്ളത്. ഒരു പക്ഷേ നമുക്ക് അതിനകത്ത് നിന്നൊരു മാറി ചിന്തിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്ററി അലോക്കേഷൻസ് പലപ്പോഴും കുറച്ചുകൂടെ മാറേണ്ടതുണ്ടായിരിക്കാം. അത് ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ടാണ് എടുക്കേണ്ടത്, അല്ലാതെ ഒരു ഭരണകർത്താക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരോ അങ്ങനെയല്ല. ഒരു പൊതുസമൂഹ നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രശ്നമായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആശുപത്രികൾ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ ആശ്രയിക്കുന്ന ആൾക്കാരുടെ എണ്ണം മൊത്തം സമൂഹത്തിൻ്റെ 30% മാത്രമാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. 70% ആൾക്കാരും പ്രൈവറ്റ് ആശുപത്രികളാണ് ആശ്രയിക്കുന്നത് കേരളത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വ്യത്യസ്തമാണ്. ഇത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഏറ്റവും കൂടുതൽ ചരിത്രപരമായി തന്നെ പലപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ആശുപത്രികളിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഈ ചിലവ് കുറഞ്ഞ, താരതമ്യേന അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് ആശുപത്രികൾ, ഒരാൾ നടത്തുന്ന ആശുപത്രികളോ അല്ലെങ്കിൽ 2 പേര് നടത്തുന്ന ചെറിയ ക്ലിനിക്കുകളോ ഒക്കെ ഉണ്ടായിരുന്നു. അതിനും കൂടെ വലിയ ആശുപത്രികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ ആശുപത്രികളും അതിൻ്റെ ശൃംഖലകളും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ചെറിയ ആശുപത്രികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവർ പടിപടിയായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രികൾ നടത്തിയിരുന്ന ഒരു സേവനം വാസ്തവത്തിൽ ആൾക്കാർക്ക് കിട്ടാതെയാവുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നേരത്തെ ഒരു കറ്റാസ്ട്രോഫിക് ഈവൻ്റ്, അതായത് ഒരു വലിയ ആരോഗ്യത്തിൻ്റെ ഒരാളുടെ അതിനുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണ്, എല്ല് പൊട്ട് ഉണ്ടാവുകയാണ്, ഡയാലിസിസ്, കിഡ്നി മാറ്റിവെക്കൽ, അങ്ങനെയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരികയാണ്. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബില്ല് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു ദാരിദ്ര്യവൽക്കരണം, ചികിത്സ കൊണ്ടുണ്ടാകുന്ന ദാരിദ്ര്യവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയിരുന്നു. ഒരു 30-40 വർഷം മുമ്പ് തുടങ്ങിയിരുന്നു. അത് കൂടി ഈ കോർപ്പറേറ്റ് വൽക്കരണത്തോടുകൂടി അത് വളരെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ദാരിദ്ര്യവൽക്കരണം നടക്കുമ്പോൾ അതേസമയം നമ്മൾ ഈ ഗവൺമെൻറ് മേഖലയിൽ വലിയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 സർക്കാർ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആശുപത്രികളുടെയൊക്കെ നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ല കെട്ടിടങ്ങളാണ്, നല്ല സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കെയർ എന്നതാണ്. ഒരു അസുഖം വരുമ്പോൾ ചികിത്സയും ഉണ്ട്, അതിന് കൂടെ കെയറുമുണ്ട്. കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആവശ്യം വരുന്ന ഒരാൾ, ഉദാഹരണത്തിന് ഒരു ബെഡ് വേണം, ഒരു അസുഖം വരുമ്പോൾ ഒരു ബെഡ് സ്വന്തമായിട്ട് വേണമെന്നുള്ളത് മന്ത്രി പറയുന്ന പോലെ അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ നമ്മളൊരു ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്, ഒരു മനുഷ്യാവകാശത്തിൻ്റെ, ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. നമുക്ക് ബെഡ് ഒരാളുമായിട്ട് വേറെ ആൾ ഷെയർ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു ബെഡിൽ കിടക്കുന്ന ഒരാളിനെ എഴിച്ച് തറയിൽ കിടക്കാൻ പറയേണ്ടി വരുന്നത്, ഇതൊക്കെ നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന വലിയ അധപ്പതനമായിട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അതുപോലെ തന്നെ ബാത്റൂം, നമ്മളിപ്പോൾ എല്ലാ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബാത്റൂമൊക്കെ ഉള്ള വീടുകളാണ്. ഈ നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ പ്രത്യേകിച്ച് ബാത്റൂമുകളൊക്കെ അതിൻ്റെ ഉണ്ടാക്കിയപ്പോൾ നന്നായിരുന്നു. പക്ഷേ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്.
വളരെ കൂടുതലാണ്. ഇത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അത് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനമില്ല. നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ബാത്റൂമൊക്കെ അവിടെ ഒരാൾ നിന്നിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. 1-2 പേര് ബാത്റൂം, നമ്മൾ ലുലു മോളിലും പോയാലും അറിയാം, അവിടെ ഒരു സ്ഥിരമായിട്ട് ഒരാൾ ഈ ബാത്റൂം ഉപയോഗിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ സ്ഥിരമായി നിൽക്കുകയാണ് ചെയ്യുന്നത് ക്ലീനിങ് യൂട്ടൻസിൽ. ഇതങ്ങനെയല്ല, കാലത്ത് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്യണം, വൈകിട്ട്. പിന്നെ അത് എത്ര പേരെ ഉപയോഗിക്കുന്നത്? വളരെ മലീമസമായിട്ടും അല്ലെങ്കിൽ ദുർഗന്ധം ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമിലേക്ക് പോകാനായിട്ട് നമുക്ക് കഴിയില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഒരു വീൽ ചെയർ വേണമെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ട്. ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ പല സ്ഥലത്തും നമുക്ക് പോകേണ്ടി വരുന്നു. ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും കൃത്യമായി എല്ലാവർക്കും ചോദിച്ച് മനസ്സിലാക്കാനുള്ള ആളില്ല. നമ്മൾ സാധാരണ മെഡിസിൻ വാർഡിലേക്ക് കടന്ന്, മെഡിക്കൽ കോളേജ് മെഡിസിൻ വാർഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വരുന്ന അഡ്മിഷനൊക്കെ 150 മുതൽ 200 പേരാണ്. ഈ 200 പേര് നോക്കാനായിട്ട് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ഒരു ജനറൽ വാർഡിൽ 1:10, അതായത് 10 പേർക്ക് ഒരു നഴ്സ് വേണം എന്നതാണ് മിനിമം. നമുക്കത് എടുക്കാം, അല്ലെങ്കിൽ 20 പേരെടുക്കാം. നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയുന്ന എത്ര പേരാ? ഇപ്പോഴത്തെ സ്റ്റാഫ് പാറ്റേൺ വെച്ചിട്ട് 1-2 പേരെ മാത്രമാണ് ഈ 200 പേര് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന വാർഡിലേക്ക് അവരാണ് കെയർ ചെയ്യുന്നത്. ഒരു റൗണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തു വരാനായിട്ട് അവർക്ക് കഴിയില്ല. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞ ഈ ജോലിയുടെ ഇപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം സംഭവമാണ്. അത് കൊടുത്തു തീർക്കാനാണ് അവരുടെ പ്രയോറിറ്റി. അപ്പോൾ അതിനിടയ്ക്ക് ആൾക്കാർ വിളിക്കുമ്പോൾ പോകാൻ പറ്റുന്നില്ല, അവരുണ്ടാകുന്ന സമ്മർദ്ദം. അപ്പോൾ ക്ലീനിങ്ങിന് ആളില്ല, വീൽ ചെയർ കൊണ്ടുപോകാൻ അറ്റൻഡർമാരില്ല, ബെഡുകളിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ ഉള്ള സമയമില്ല. ഇങ്ങനെ നമുക്ക് നമ്മുടെ ആശുപത്രികൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഈ കെയർ കൊടുക്കാനായിട്ട് ഈ HR, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതേസമയം പുറത്ത് അതും HR-ൻ്റെ പ്രശ്നം, ഈ പറഞ്ഞ ആളില്ലാത്ത പ്രശ്നം. ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി, നല്ല സംവിധാനങ്ങളുള്ള ആശുപത്രിയുണ്ട്. പക്ഷേ അവിടെ 24 മണിക്കൂറും ഈ പറയുന്ന ചികിത്സ സംവിധാനം കൊടുക്കാനായിട്ട് ആളില്ല. ഇപ്പോൾ ഒരു ICU ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെങ്കു വന്നു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു ICU വേണം, ഒരു ലാബ് വേണം, ബ്ലഡ് ബാങ്ക് വേണം. ഒരു ആക്സിഡൻറ്റ് കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ എക്സ്റേ വേണ്ടി വരും, തിയേറ്റർ റൺ ചെയ്യേണ്ടി വരും, അനസ്തെറ്റിസ്റ്റ് വേണ്ടി വരും. ഇതെല്ലാം 24 hours വേണ്ടി വരുന്ന സംവിധാനങ്ങളാണ്. ഇതൊക്കെ ഏർപ്പെടുത്തണമെങ്കിൽ ഒരു 24 hours ഒരാഴ്ച ഡ്യൂട്ടി എടുക്കണമെങ്കിൽ മിനിമം അവർ 7-8 ഡോക്ടർമാരെങ്കിലും ഓർത്തോപീഡിഷ്യൻസ് വേണ്ടി വരും. അപ്പോൾ അത് മിക്കവാറും കാണത്തില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, പല ദിവസങ്ങളിലും ഓർത്തോ ഇല്ലെങ്കിൽ ആ ഡോക്ടർ കാണത്തില്ല. അപ്പോൾ ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മറ്റു സ്ഥലത്ത് പോകാൻ പറയും, ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് പോകണമെന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യുക, പിന്നെ ആരും പിന്നെ പോകത്തില്ല. അങ്ങനെ ഉള്ള ഡോക്ടർമാർക്ക് പോലും ജോലിയില്ലാത്ത സ്ഥിതിയാവും. ഇങ്ങനെ അപ്പോൾ ഉള്ള ഫെസിലിറ്റീസ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്ഥലത്ത് പോലും നമുക്ക് അത് റൺ ചെയ്യാനായിട്ടുള്ള ആളില്ലാതെ ചികിത്സ കൊടുക്കാൻ പറ്റുന്നില്ല. മെഡിക്കൽ കോളേജിൽ നമുക്ക് മിക്കവാറും ഒക്കെ ഡോക്ടർമാരൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം റെസിഡൻസും PGസും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് ആണ് അത് റൺ ചെയ്ത് പോകുന്നത്. പക്ഷേ അതേസമയം അവിടെ നഴ്സുമാരില്ല, അറ്റൻഡർമാരില്ല, കെയർ കൊടുക്കുന്ന ആൾക്കാരില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പുറത്ത് നേരെ തിരിച്ചുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളെ പ്ലേഗ് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഫ്രസ്ട്രേഷൻ, ആൾക്കാർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അവിടെ സംവിധാനങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന, ഹ്യൂമൻ റിസോഴ്സിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന, കെയർ കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണ് വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളായിട്ട് പരിണമിക്കുന്നത്.